വരാൻ പോകുന്നു. തൃശ്ശൂരിൽ പൂരത്തിന്റെ നാൾ കുറിച്ചു. ഇനി പൂരത്തേക്കാൾ വലിയ പൂരത്തിന്റെ നാൾ കുറിക്കാൻ ബാക്കി നിൽക്കുന്നു ദിവസങ്ങൾ. പക്ഷേ ആരാണ് ജനവിധിയുടെ തിടമ്പേറ്റുന്നത്? സുരേഷ് ഗോപിയോ, അതല്ല VS സുനിൽകുമാറോ, അതോ സിറ്റിംഗ് MP TN പ്രതാപനോ? വളരെ വലിയ ചോദ്യമാണ്. ക്ലൈമാക്സിലേക്ക് മുറുകുന്ന അന്തരീക്ഷമാണ്. രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ പൂരനഗരിയിൽ നിന്നാണ് തത്സമയം കുരുക്ഷേത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതിഥികളും രാഷ്ട്രീയ നേതാക്കളും അഭിപ്രായ വ്യത്യാസങ്ങളും ആശയപ്രകടനങ്ങളും ഒക്കെയായി ഈ സായാഹ്നം തൃശ്ശൂർ നഗരത്തിൽ നിന്നും തത്സമയം കുരുക്ഷേത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പൂരങ്ങളുടെ നഗരിയായ തൃശ്ശൂരിൽ നിന്നും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ വോട്ടർമാരും രാഷ്ട്രീയ പ്രവർത്തകരെയും എന്നതുപോലെ തൃശ്ശൂരിന്റെ ഓരോ കോണിലും അടക്കം പറഞ്ഞു തുടങ്ങി. ആരായിരിക്കും? സുരേഷ് ഗോപി ആയിരിക്കുമോ? സുരേഷ് ഗോപി ഇങ്ങ് എടുക്കുമോ? അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വരുന്നതോടുകൂടി മത്സരം മുറുകി എന്ന് സംസാരമുണ്ട്. TN പ്രതാപനും ആത്മവിശ്വാസമേറുന്നു. മൂന്ന് മുന്നണികളും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ വിധി നിശ്ചയിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിലെ സുപ്രധാനമായ ഒരംഗമാകുമെന്ന് ഉറപ്പാണ്. നമുക്കൊപ്പം അതിഥികൾ ചേരുന്നു. BJP ജില്ലാ ഭാരവാഹി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. ഗുഡ് ഈവനിങ് അനീഷ് കുമാർ. ഒപ്പം LDFിന്റെ കരുത്തനായ നേതാവ് CPIയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ KK വത്സരാജ്. വെൽക്കം KK വത്സരാജ്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്ന അതിഥികൾ. ഒപ്പം മൂന്ന് മുന്നണികളെയും നിഷ്പക്ഷ വോട്ടർമാരെയും പ്രതിനിധീകരിച്ച് പൊതുജനങ്ങളും നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം അനീഷ് കുമാറിലേക്ക്. അനീഷ് കുമാർ, വലിയ ആത്മവിശ്വാസത്തിലാണ്. BJP ക്യാമ്പ് 2 തവണ പ്രധാനമന്ത്രി ഒരു മാസത്തിനിടയിൽ സന്ദർശിച്ചതാണ് ഈ സ്ഥലം. ഇവിടെ നിന്നാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാഗ് ലൈൻ മോദി കോയിൻ ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി ഇത്തവണ കഴിഞ്ഞ തവണയുള്ള 2,93,000 അപ്പുറത്തേക്ക് വോട്ട് വർദ്ധിപ്പിക്കുമോ? തൃശ്ശൂർ അങ്ങ് എടുക്കുമോ? മൈക്ക്. തീർച്ചയായിട്ടും പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യം ശ്രീമാൻ നരേന്ദ്രമോദിജി തുടക്കം കുറിച്ചത് ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാകും. 2019 തെരഞ്ഞെടുപ്പിൽ 2,93,000 വോട്ടാണ് BJP സ്ഥാനാർത്ഥി ശേഖരിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 4.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി BJPയുടെ പ്രതിനിധി തൃശ്ശൂരിൽ ചരിത്രം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. തീർച്ചയായും ഞങ്ങൾ വലിയ ഭൂരിപക്ഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. ഇത് പൊതുസമൂഹത്തിലെ, തൃശ്ശൂരിലെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ഈ തൃശ്ശൂരിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തിന് അതീതമായി ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് കേവലം BJPയുടെ വിജയമായിരിക്കില്ല, മറിച്ച് തൃശ്ശൂരിന്റെ വിജയമായിരിക്കും. 2 മുന്നണികളിൽ നിന്നും വലിയ തോതിൽ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും. അത് സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന വോട്ടോ, നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന വോട്ടോ, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൊടുക്കുന്ന വോട്ടോ? തീർച്ചയായും നിങ്ങൾ തന്നെ റിപ്പോർട്ടർ ചാനൽ തന്നെ നടത്തിയ സർവേയിൽ തൃശ്ശൂരിലെ ജനങ്ങൾ പറയുന്നത് 40% ജനങ്ങൾ ഈ തൃശ്ശൂരിൽ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സർവേയാണ്. അപ്പൊ 40% ആളുകൾ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകണമെന്ന്, 60% നരേന്ദ്രമോദി ആകരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. 60%. അതെ, അല്ല 3. ഇത് നേരിട്ട മത്സരമല്ലല്ലോ, നേരിട്ടിട്ടുള്ള മത്സരമല്ല, ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ത്രികോണ മത്സരത്തിൽ 40% വോട്ട് നേടുന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് രാഷ്ട്രീയം അറിയുന്ന ആർക്കും അറിയാൻ സാധിക്കും. ഇനി ഈ 40% അല്ല, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള 40% അല്ല, ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുള്ള വലിയ വിഭാഗമുണ്ട്. അവരൊന്നും നിങ്ങൾ സർവേ നടത്തുന്ന സമയത്ത് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറയില്ല. പക്ഷേ പോളിംഗ് ബൂത്തിൽ ചെന്നാൽ അവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. കാരണം ഈ 2 കൂട്ടർക്ക് വോട്ട് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 10 വർഷം നരേന്ദ്രമോദിജി ഭരിച്ച 10 വർഷക്കാലം ഈ 2 മുന്നണിയുടെയും പ്രതിനിധികൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി തൃശ്ശൂരിൽ കൊണ്ടുവരാൻ സാധിച്ചോ? MP ഫണ്ട് രണ്ടാം റൗണ്ടിലേക്ക് നമ്മുടെ സിറ്റിംഗ് MP കുറിച്ചുള്ള ചർച്ചയിലേക്ക് വരാം. വത്സരാജ്, മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത്. പിണറായിയുടെ ഗ്യാരണ്ടി എക്സ്പയർഡ് ആയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? മോഡിയുടെ ഗ്യാരണ്ടി ഇപ്പോഴല്ലല്ലോ, 10 വർഷം മുമ്പ് ഇവിടെ മോഡിയുടെ ഗ്യാരണ്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു അദ്ദേഹം.
ആ ഗ്യാരണ്ടിയിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് നടപ്പായത് എന്ന് സമാധാനം പറയേണ്ട ബാധ്യത കൂടി പക്ഷെ ബിജെപിക്ക് ഉണ്ട്. 40% തൃശ്ശൂരിലെ വോട്ടർമാർ മോദി പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നു വത്സരാജ്. അല്ല, അതൊരു സർവേയിൽ വരുന്ന ഇതാണ്. സർവേയിൽ ഒരു സാമ്പിൾ സർവേ ആണ്. ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആകെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തൃശ്ശൂരിൽ വിജയിക്കും. പക്ഷേ എന്തിനാണ് തൃശ്ശൂർ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് കൊടുക്കുന്നത്? ഇന്ത്യ മുന്നണി തന്നെ ദുർബലമാവുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയായി ഇടതുമുന്നണിക്ക് ഒരു നേതാവിനെ പോലും എടുത്തു കാണിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് നരേന്ദ്രമോദി തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ആ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. തൃശ്ശൂർകാർ വിശ്വസിക്കില്ലേ വത്സരാജ്? എങ്ങനെ വിശ്വസിക്കാനാണ്? അദ്ദേഹം കഴിഞ്ഞ 6 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരുന്ന ഒരാളാണ്. മോദിയുടെ സർക്കാരിൽ അംഗമാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ അംഗമാക്കാമായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഇതാ കേന്ദ്രമന്ത്രി വരുന്നു എന്ന് പറയുന്നത് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അടവുമായി മാത്രമായിട്ടാണ് ഇവിടുത്തെ വോട്ടർമാര് വിലയിരുത്തപ്പെടുക എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതായത് പതിവ് മോദി ഗ്യാരണ്ടി പോലെ ഒരു വെറും ഗ്യാരണ്ടി മാത്രമായിട്ടാണ് അത് വരിക. ആ പ്രോമിസ് പാലിക്കാൻ പോകുന്നില്ല. ഇനി ജയിച്ചാൽ പോലും വലിക്കില്ല, ജയിക്കാൻ പോകുന്നില്ല. എന്നിട്ടല്ലേ മന്ത്രിയാവുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ജോസ് വള്ളൂർ സിറ്റിംഗ് MP-യുടെ ആത്മവിശ്വാസം VS സുനിൽകുമാർ കൂടി കളത്തിലിറങ്ങിയപ്പോൾ ഒന്നുലഞ്ഞിട്ടുണ്ടോ? ആ ആത്മവിശ്വാസം ജനകീയനായ VS സുനിൽകുമാർ, മന്ത്രിയായ VS സുനിൽകുമാർ, 3 തവണ MLA ആയ VS സുനിൽകുമാർ തോറ്റിട്ടില്ല ഇരുവരും എന്നുള്ളത് കൊണ്ട് പോരാട്ടം പൊടിപാറും. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ വരവ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ ആരായിരിക്കും തൃശ്ശൂരിൽ നിന്ന് പോവുക? ഈ കാര്യത്തിൽ 1% സംശയം ഞങ്ങൾക്ക് ആർക്കുമില്ല. 5 വർഷക്കാലം ശ്രീ TN പ്രതാപൻ നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ. ഇവിടെ ഈ പറയുന്ന ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പല്ലേ. ഞാൻ അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രിയായാൽ കള്ളനോട്ട് നിരോധിക്കും, കള്ളപ്പണം പിടിച്ചെടുക്കും, 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന് വലിയ ഗ്യാരണ്ടി ആദ്യം പ്രഖ്യാപിച്ച ആളാണ് നരേന്ദ്രമോദി. 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൗണ്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരോടും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ ഗ്യാരണ്ടി എവിടെ പോയി? ആ ഗ്യാരണ്ടി എവിടെ പോയി? അടുത്തത്, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ അപകടകരമായ സാഹചര്യം, ഒരുപാട് ആളുകൾ മരിച്ചു. ആ സാഹചര്യത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പച്ചയ്ക്ക് കൊളുത്താം. അതായിരുന്നു ഗ്യാരണ്ടി. എവിടെ പോയി? നമ്പർ 2 ഗ്യാരണ്ടി നമ്പർ 2. 10 വർഷമായി ഈ രാജ്യത്തെ പറ്റിക്കുന്ന തട്ടിപ്പുകാരനായ വർഗീയവാദിയായ പ്രധാനമന്ത്രിയാണ് മോദി. അദ്ദേഹം പറയുന്ന ഗ്യാരണ്ടി വെറും തട്ടിപ്പാണ്. 6 വർഷക്കാലം രാജ്യസഭ മെമ്പറായിരുന്ന സുരേഷ് ഗോപിയെ ഈ 2 സർക്കാരിലും മന്ത്രിയാക്കാമായിരുന്നു, മന്ത്രിയാക്കിയില്ല. ഇപ്പൊ പറയുന്നു ഇനി സുരേഷ് ഗോപിയെ ഞങ്ങൾ മന്ത്രിയാക്കി. തട്ടിപ്പ് മാത്രം. ഈ ഇന്റർനാഷണൽ അവാർഡ് കൊടുക്കാവുന്ന, ഓസ്കാർ അവാർഡ് കൊടുക്കാവുന്ന അഭിനേതാവാണ് പ്രധാനമന്ത്രി. ഒരു സംശയം വേണ്ട. ആദ്യ റൗണ്ടിൽ ജോസ് വള്ളൂരിന്റെയും വത്സരാജിന്റെയും ആരോപണങ്ങൾ, ഒന്ന്, ഈ ഗ്യാരണ്ടിയിൽ കേരളം വിശ്വസിക്കാൻ പോകുന്നില്ല, ഈ ഗ്യാരണ്ടികളെല്ലാം കേരളം കണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്പർ 2, സിറ്റിംഗ് MP ആയ TN പ്രതാപന്റെ വികസന നേട്ടം അത് ജനങ്ങൾ കാണില്ലേ? അല്ല, ഈ ജോസ് വള്ളൂരിന് രാഷ്ട്രഭാഷ വലിയ വശമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. നരേന്ദ്രമോദിജി ഒരാളുടെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ ഇട്ടുകൊടുക്കാമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു ജോസ് വള്ളൂരിനെ, നിങ്ങൾക്ക് ഭാഷ അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി ഹിന്ദി പഠിക്കുക. അങ്ങനെ നരേന്ദ്രമോദി ജ്യോതി വാഗ്ദാനവും നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ അത്രയും കള്ളപ്പണ നിക്ഷേപം വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എന്നാണ്. എന്നിട്ട് ആ കള്ളപ്പണം എവിടെ അനീഷ് കുമാർ? കള്ളപ്പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. കള്ളപ്പണം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കള്ളപ്പണം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കള്ളപ്പണം തടയാനുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ ജോസ് വള്ളൂരിന്റെ പാർട്ടി ഭരിക്കുമ്പോ ലക്ഷം കോടികളുടെ അഴിമതി, ഇന്ത്യയിൽ ലക്ഷം കോടികളുടെ അഴിമതി, കാട്ടുകള്ളന്മാരുടെ ഭരണം, 1.75 ലക്ഷം കോടി കോൺഗ്രസിന്റെ അഴിമതി, 1.75 ലക്ഷം കോടി കൽക്കരി കുംഭകോണം, 1.56 ലക്ഷം കോടി ആദർശ ഫ്ലാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് കുംഭകോണങ്ങളുടെ സർക്കാർ, നാണംകെട്ട സർക്കാർ, ലക്ഷം കോടികളുടെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ചോദ്യമാണ് സർക്കാർ, അഴിമതി രഹിത സർക്കാർ. ശരി, നോക്കൂ, വത്സരാജ്, ജോസ് വള്ളൂർ, വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്.
മുന്നോട്ട് വെച്ചിരിക്കുന്നു അനീഷ് കുമാർ. ഈ പ്രധാനമന്ത്രിക്കെതിരെ ഏതെങ്കിലും അഴിമതി ആരോപണം ഈ കഴിഞ്ഞ 2 ടേമുകളിലായി ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രസക്തമായ ചോദ്യമാണ്. എന്നാൽ UPA സർക്കാർ താഴെ പോയത് നമ്മൾ കണ്ടതാണ്. നമ്മളൊന്ന് നീട്ടി എഴുതിയാൽ പത്രത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആ സംഖ്യ ഉണ്ടായിരുന്നു. കുംഭകോണത്തിന്റെ കണക്കാ. അത് പറഞ്ഞത് സുപ്രീം കോടതിയാ. അങ്ങനെ ഒരു കണക്കുണ്ടോ മുമ്പിൽ ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ? ഈ 10 വർഷക്കാലത്തെ ഭരണം പരിശോധിച്ച് നമുക്ക് അതിന് മുമ്പുണ്ടായിരുന്ന കാലത്തെ അഴിമതിയെക്കുറിച്ച് നാട്ടിലെ ജനം ചർച്ച ചെയ്തത് കൊണ്ടാണല്ലോ ആ ഗവൺമെന്റിനെ മാറ്റി പുതിയൊരു ഗവൺമെന്റ് വരുന്നത്. അതെ, പുതിയൊരു ഗവൺമെന്റ് വന്നാൽ ആ വരുന്ന സമയത്ത് നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ കള്ളപ്പണം ഇല്ലാതാക്കി ഇവിടെ നല്ല പണത്തിൽ വിനിമയം ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കും. അങ്ങനെയാണല്ലോ നോട്ട് നിരോധനം വരുന്നത്. നോട്ട് നിരോധനം വന്നിട്ട് എത്ര കള്ളപ്പണം പിടിച്ചു? ആ കാര്യങ്ങളുടെ കണക്ക് ഇന്നേ വരെ പുറത്തുവിട്ടു. പക്ഷേ നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ് കൂടി, ഡിജിറ്റൽ പേയ്മെന്റ് കൂടി, അതിന് ബാങ്ക് വഴിയുള്ള പേയ്മെന്റ് കൂടി, അല്ല അതിന് നോട്ട് നിരോധനം, ടാക്സിന്റെ വരുമാനം കൂടി, പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായി. അതിനൊക്കെ വേറെ മാർഗം. നോട്ട് നിരോധനം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നിർമ്മല സീതാരാമന്റെ തന്നെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകർ അദ്ദേഹം തന്നെ ഈ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. എന്താണ് ഈ നാട്ടിലെ ജനങ്ങളെ നോട്ട് നിരോധനത്തിലൂടെ പ്രയാസപ്പെടുത്താൻ മുന്നോട്ട് വന്നത്? അതല്ലാത്ത മാർഗങ്ങളിലൂടെ ഇവിടെ കള്ളപ്പണം തടസ്സപ്പെടുത്താൻ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ചർച്ച ചെയ്യാൻ പോകുന്നത് അഴിമതിയല്ല, വികസനമല്ല, മറ്റെന്താണ് എന്നുള്ളതാണ് ചോദ്യം. വികസനമാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ വികസന പദ്ധതികൾ എടുത്തു കാണിക്കും BJP. അഴിമതിയാണെങ്കിൽ നരേന്ദ്രമോദി എന്ന വ്യക്തിക്കെതിരെ അഴിമതിയുടെ ഒരു ആരോപണവും നിലവിലില്ല. പാർട്ടിക്കെതിരെ ഉണ്ടാവാം, അത് സിസ്റ്റം അഴിമതിയാണെന്ന് പറയാം, ഇലക്ട്രൽ ബോണ്ടാണെന്ന് പറയാം. പക്ഷേ എന്തായിരിക്കും തൃശ്ശൂർ ചർച്ച ചെയ്യാൻ പോകുന്നത്? അല്ല, ദേശീയ രാഷ്ട്രീയം തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും മുഖ്യമായ കാര്യം ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ വികസനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പുരോഗതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം വികസനത്തെ. ഒഴിഞ്ഞ റാക്ക് ചൂണ്ടിക്കാണിച്ച് തന്നെ പറയേണ്ടി വരും. സപ്ലൈകോന് അവിടെ നടക്കുന്ന അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തിന് തരേണ്ടതായിട്ടുള്ള അർഹമായ വിഹിതം തരാതെ സപ്ലൈകോ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. കർഷകരുടെ നെല്ല് സംഭരിച്ചതിന്റെ പണത്തിൽ തന്നെ കേന്ദ്ര വിഹിതം ഇപ്പോഴും തരാത്തത് കൊണ്ടാണ് നമുക്കത് പൂർണ്ണമായി അത് തന്നെ അത്തരത്തിൽ കേരളത്തെ രാഷ്ട്രീയ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. നിങ്ങൾ വോട്ട് ചോദിക്കാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പെൻഷൻകാരാണ് വന്നത് എന്ന പ്രതീക്ഷയിൽ ഒരു മുത്തശ്ശനും കൂടെ ഇറങ്ങി വരുമ്പോൾ വോട്ട് തരണേ എന്ന് പറഞ്ഞാൽ വോട്ട് തരുമോ? അല്ല, 6 മാസമല്ല 16 മാസക്കാലം കുടിശ്ശിക നിന്നിരുന്ന സംസ്ഥാനമാണ് കേരളം. ആ അവസ്ഥ മാറ്റി ഇവിടെ എല്ലാ സംസ്ഥാന അതിൽ 2 കണക്കുകളുണ്ട്. തോമസ് ഐസക് ആദ്യം വെച്ച കണക്കുണ്ട്, രണ്ടാമത് വെച്ച കണക്കുണ്ട്. എന്തായാലും 600 രൂപ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഒറ്റ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെങ്കിലും കുടിശ്ശിക കൊടുക്കും. കൊടുത്തുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പറയുന്ന പെൻഷൻ. സാമ്പത്തിക പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യകാരണങ്ങൾ ഞങ്ങൾ വോട്ടർമാരെ ബോധ്യപ്പെടുത്തും. ഈ കേന്ദ്ര സർക്കാരാണ് ഞങ്ങൾക്ക് തരാത്തത്, GSTയുടെ കോമ്പൻസേഷൻ ആണ്, ഈ പെൻഷൻ ഫണ്ട്, വായ്പാ കുടിശ്ശിക, വായ്പാ പരിധി കുറച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണക്കാരായ വോട്ടർമാർക്ക് അറിയാം. അവർക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല. ആ പെൻഷൻ കിട്ടാത്തതിന്റെ കാര്യകാരണങ്ങൾ നാട്ടിലെ വോട്ടർമാരോട് പറയും. 600-ൽ നിന്ന് 1600 ഇന്നത്തെ പെൻഷൻ. അന്നത്തെ 600 അല്ല, നാളെ ഇതുവരെ ഒരു ബ്ലോക്കും ഇല്ലാതെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. പണ്ട് ഞങ്ങൾ കയറി വരുമ്പോ 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. 16 മാസത്തെ ഇത് ഞങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് കൊടുത്തിരിക്കും. അത് വാക്കന്നെയാണ് LDFന്റെ. അതിൽ യാതൊരു തർക്കമില്ല. സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം LDF പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തിരിക്കും. ആണ് ജോസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാ ഒരു സാധാരണ വോട്ടർ പറയുന്നു, അവർക്ക് വിശ്വാസമാണ്. പ്രിയപ്പെട്ട അനീഷ് പ്രാദേശിക ഭാഷയും രാഷ്ട്രഭാഷയും ലോകഭാഷയും അറിയാവുന്ന ഒരാളാണ്. ഒറ്റ കാര്യം ചോദിക്കുന്നു, ആദർശ് ഫ്ലാറ്റ് കുംഭകോണം നടത്തിയ അശോക് ചവാൻ ഇപ്പോൾ എവിടെയാണ് സാർ? ഇപ്പോൾ എവിടെയാണ്? ഇനി മൂന്നാമത്തെ പറയാം മൂന്നാമത്തെ മോദി ഗ്യാരണ്ടി എന്താ? 1 വർഷം 2 കോടി തൊഴിലവസരം ഉണ്ടാക്കും. 10 വർഷമായി 20 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കണം. ആർക്കെങ്കിലും തൊഴിൽ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം UP-ൽ 43 ലക്ഷം ആളുകൾ 60,000 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ 43 ലക്ഷം ആളുകളാണ് ചെന്നത്. 43 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷ, തൊഴിലിന് വേണ്ടി നടത്തിയ പരീക്ഷ,
60,000 പേരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. 43 ലക്ഷം ആളുകളാണ് UP-ൽ മാത്രം ആ പരീക്ഷ എഴുതിയത്. ഗുജറാത്തിൽ 32 പേർക്കാണ് PSC നിയമനം കൊടുത്തത്. അപ്പൊ ഒരു കാര്യം, രണ്ട് ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം കൂടെ. ആദ്യത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയ ചോദ്യം. മൂന്നാമത്തെ ഗ്യാരണ്ടി എവിടെ? അപ്പോൾ തൊഴിലവസരം ഇല്ല എന്ന് മാത്രമല്ല, കടുത്ത ദാരിദ്ര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി. ജനാധിപത്യം അട്ടിമറിക്കുന്നു. 5% ഉള്ളത് നീതി ആയോഗ് പറയുന്നു സാർ. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ചരിത്രത്തിൽ ആദ്യമായി പട്ടിണി നരേന്ദ്രമോദി വിശുദ്ധനാണ് എന്ന് പറയുന്നു, അഴിമതിക്കാരനല്ല എന്ന് പറയുന്നു. ആര് പറയുന്നു? BJP പറയുന്നു. ഈ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് നരേന്ദ്രമോദി. പറയും. എത്രയോ എത്രയോ കാരണങ്ങൾ പറയാം. ഇലക്ട്രൽ ബോണ്ട് എന്താ? പാർട്ടിക്ക് കൊടുത്ത ബോണ്ട് നിങ്ങൾക്ക് പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് പാർട്ടിയുടെ നേതാവാരാ നരേന്ദ്രമോദിയല്ലേ? ഈ നരേന്ദ്രമോദി ചെയ്ത കാര്യം ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പറഞ്ഞ് നിർത്തിവച്ചില്ലേ? അഴിമതിക്കാരെ മുഴുവൻ സംരക്ഷിക്കുന്നു നരേന്ദ്രമോദി. ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കുന്നു, MLA-മാരെ വിലക്കെടുക്കുന്നു. ജനാധിപത്യം ഇല്ലാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്ന വർഗീയവാദിയാണ് നരേന്ദ്രമോദി. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അഴിമതിക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നതെങ്കിൽ അശോക് ചവാനെ കൂടെ കൂട്ടാമോ? മമതാ ബാനർജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സുവേന്ദ് അധികാരിയെ കൂടെ കൂട്ടാമോ? ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിനെ കൂടെ കൂട്ടാമോ? അപ്പോൾ അഴിമതിയുടെ കറപുരണ്ടവരെ നിങ്ങൾ ഇപ്പോൾ NDA ക്യാമ്പിൽ പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ തള്ളി പറയും. അല്ല, അതിനു മുമ്പ് വത്സരാജ് പറഞ്ഞ ചില കാര്യങ്ങള്, ഈ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള പണം കൃത്യമായിട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നെല്ല് സംഭരിക്കാൻ വീഴ്ച വരുത്തുന്നത്? 22 നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പറയട്ടെ. 22 രൂപ കേന്ദ്ര സർക്കാരിന് വിഹിതം കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 രൂപ പെൻഡിങ് ഇല്ല. വെറും 6.5 രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടത്. അത് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്. ഇനി ക്ഷേമ പെൻഷൻ നിങ്ങൾ ചോദിച്ച തുകയിൽ കൂടുതൽ, നിങ്ങൾ 583 കോടി രൂപ ചോദിച്ചു, ഞങ്ങൾ 603 കോടി രൂപ നൽകി. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല? നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ നൽകുന്നത്. പിന്നെ പെട്രോളിന് നിങ്ങൾ അഡീഷണൽ സെസ് ഈടാക്കുന്നു പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ്. എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? ഇനി നിങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആണെങ്കിൽ അത് 4000 കോടി ഒഴികെ മുഴുവൻ കൊടുത്തു. 53,000 കോടിയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടേണ്ടത്. 49,000 കോടി രൂപ കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു. 4,000 കോടി രൂപ കൊടുക്കാൻ കേന്ദ്രം തയ്യാറാണ്. അത് പോരാ ഞങ്ങൾക്ക് 13,000 കോടി വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അല്ലാതെ ഞങ്ങൾ കൊടുക്കാനിട്ടല്ല. സുപ്രീം കോടതി 13,000 കോടി കൊടുക്കാൻ ഹർജി പിൻവലിച്ചാൽ എപ്പോഴാണ് സാർ ഹർജി പിൻവലിക്കാമെന്ന് പറഞ്ഞത്? ഹർജി പിൻവലിക്കണം 13,000 കോടി സുപ്രീം കോടതി പോയപ്പോഴല്ലേ ഹർജി പിൻവലിക്കാമെന്ന് പറഞ്ഞത്? കടമെടുപ്പ് പരിധി അത് കൂട്ടി നൽകാമെന്നാണ് പറഞ്ഞത്. കടമെടുപ്പ് പരിധി കൂട്ടി നൽകാം, അല്ലാതെ കൊടുക്കേണ്ട പണം കൊടുക്കില്ല എന്നല്ല. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1,80,00,000 ആകെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 16 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. 16 സംസ്ഥാനങ്ങൾക്ക്. അതിൽ 29.8% കൊടുത്തത് കേരളത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. എത്ര പണം കിട്ടിയാലും ദൂർത്തടിക്കുന്ന ദൂർത്തുപുത്രന്മാരുടെ സർക്കാരാണ് കേരള സർക്കാർ. അതുകൊണ്ടാണ് ഇവിടെ പണം കൊടുക്കാനില്ലാത്തത്. മുഖ്യമന്ത്രിയുടെ വീട്ടില് നീന്തൽക്കുളം 35 ലക്ഷം, മുഖ്യമന്ത്രിയുടെ വീട്ടില് തൊഴുത്ത് 40 ലക്ഷം, മുഖ്യമന്ത്രിയുടെ വീട്ടില് ലിഫ്റ്റ് 20 ലക്ഷം, മുഖ്യമന്ത്രിയുടെ വീട്ടില് കർട്ടൻ 6 ലക്ഷം, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഓണാഘോഷം 15 ലക്ഷം, ഇവിടത്തെ മന്ത്രിക്ക് കണ്ണട വാങ്ങാൻ 32,000, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ. പ്രധാനമന്ത്രി ഇടുന്ന കോട്ടിന്റെ വില എത്രയാ? പ്രധാനമന്ത്രി ഇടുന്ന കോട്ടിന്റെ വില എത്രയാ? ദൂർത്തടിച്ച് പ്രധാനമന്ത്രി 1 രൂപ. നിങ്ങളുടെ തൃശ്ശൂരുകാരി മന്ത്രി ഉണ്ടല്ലോ, തൃശ്ശൂരുകാരി മന്ത്രി 32,000 രൂപയാണ് ഒരു കണ്ണടക്ക് ചെലവാക്കിയത്. 10 കൊല്ലത്തിനിടയിൽ 1 രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നരേന്ദ്രമോദി എടുത്തിട്ടില്ല. നിങ്ങളുടെ വിവരാവകാശത്തിലുള്ള മറുപടിയാ. നിങ്ങളുടെ വിവരാവകാശത്തിന് 1 രൂപ. നിങ്ങളുടെ ചികിത്സ 75 ലക്ഷം, മുഖ്യമന്ത്രിയുടെ ചികിത്സക്ക് 1 രൂപ. 1 രൂപ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. ഈ തരുന്നവർ എല്ലാത്തിലും ബ്രാൻഡിങ് നടത്താണ്. ലൈഫ് പദ്ധതിക്ക് നിങ്ങൾ പൈസ തരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പടം വെക്കണം എന്ന് പറയുന്നു. ആശുപത്രിക്ക് ഞങ്ങൾ പൈസ തരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ തല
തലവെക്കണം എന്ന് പറയുന്നു. നിങ്ങൾ വെറും 70,000 രൂപയാണ് മിസ്റ്റർ തരുന്നത്. 3,30,000 ചെലവാക്കുന്നത് ഈ LDF ഗവൺമെന്റ്. നിങ്ങൾ നഗരപ്രദേശത്തിൽ 1.5 ലക്ഷമാണ് കൊടുക്കുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത് 2.5 ലക്ഷം രൂപയാ. ഞങ്ങളാണ് വീട് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് പറയുന്നു? നരേന്ദ്രമോദിയുടെ തല വെച്ചു കൊടുത്താൽ ഞങ്ങൾ വേണമെങ്കിൽ പണം തരാം. നിങ്ങൾ ബ്രാൻഡിംഗ് നടത്തുന്നു. നിങ്ങൾ ഇതേ വേദിയിൽ നിങ്ങളുടെ നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ചു ഗ്യാരണ്ടി. നിങ്ങൾ ഈ അമ്മമാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു മണിപ്പൂർ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മണിപ്പൂർ എന്ന് നിങ്ങൾക്ക് ഉച്ചയാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞു നടക്കുന്നു. അപ്പോ നോക്കൂ, കെട്ടിടം മുതൽ കൊടുക്കുന്ന അരിയുടെ ചാക്കിൽ വരെ ബ്രാൻഡിംഗ് വേണമെന്ന് മോദി പറയുന്നുണ്ടെങ്കിൽ, ശൗചാലയത്തിനടക്കം ബ്രാൻഡിംഗ് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അന്യായമല്ലേ അനീഷേ? തീർച്ചയായിട്ടും അത് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. കാരണം ഈ കാട്ടുകള്ളന്മാർ അടിച്ചു മാറ്റിയാണ്. നരേന്ദ്രമോദിയുടെ പദ്ധതി മുഴുവൻ പേര് മാറ്റി അടിച്ചു മാറ്റുകയാണ്. പ്രധാനമന്ത്രി ആവാസ് ഭീമ യോജന പദ്ധതി അത് ലൈഫ് പദ്ധതിയായിട്ട് മാറ്റുന്നു. ആ പണം മുഴുവൻ ഇവിടെ ഞങ്ങളൊരു നാഷണൽ ഹൈവേ പണിതാൽ 1.5 ലക്ഷം കോടി ചെലവാക്കി നാഷണൽ ഹൈവേ പണിതാൽ നാണമില്ലാത്ത മരുമാ മന്ത്രി ആ റോട്ടിൽ കൂടി പോയി അതുപോലും ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന നാണം കെട്ട സർക്കാർ. ശരി. ഇവിടെ എന്തെങ്കിലും ഒരു വികസനം ബ്രാൻഡിംഗ് അഴിമതി തടയാനാണ്. ബ്രാൻഡിംഗ് അഴിമതി തടയാനാണ്. ഒരു വോട്ടറുടെ അഭിപ്രായം 520 കോടി രൂപ തൃശൂർ കോർപ്പറേഷൻ ആര് കൊടുത്ത? നരേന്ദ്രമോദി കൊടുത്തത്. ഇന്ന് ഗുരുവായൂരിൽ ഇന്ന് അവിടെ ബസ് സ്റ്റാൻഡിന് 20 കോടി ആര് കൊടുത്തതാ? നരേന്ദ്രമോദി കൊടുത്തതാ. 220 കോടി ഗുരുവായൂരിന് ആര് കൊടുത്തതാ? നരേന്ദ്രമോദി. ഒരു പ്രതികരണം. ബോർഡ് വെച്ചിട്ട് കുളം നന്നാക്കി, റോഡ് നന്നാക്കി. നരേന്ദ്രമോദിയുടെ പണം അമൃത് ഫണ്ട് അത് പഠിക്കാതെ പോയിട്ട്. ശരി. ഒരു വോട്ടറുടെ പ്രതികരണം കൂടി കേൾക്കൂ. ഞാൻ സംസാരിക്കുന്നത് തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കണേ, ഒരു രാഷ്ട്രീയം പറയാനല്ല. തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റ് അല്ലേ? അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇമ്പോർട്ടന്റ്. ഞാൻ തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ ഇവിടെ നമ്മൾ ബ്രഹ്മപുരം പ്ലാന്റ് കണ്ടു. അവസ്ഥ ഉണ്ടായതിനു ശേഷം സൊല്യൂഷൻ ഉണ്ടാവണുള്ളൂ. ഏത് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴേ സൊല്യൂഷൻ വരുന്നുള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ലാലൂര് വേസ്റ്റ് മാനേജ്മെന്റ്, ഇനി അതിലെന്താ ഒരു സൊല്യൂഷൻ? അവസ്ഥ വരുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ മാറ്റിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് വരും. അപ്പോൾ ഇതിലിവിടെ ഒരു ഗവൺമെന്റിനെ കുറ്റം പറയില്ല. സ്വച്ഛ് ഭാരത് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഹരിതകർമ്മസേന ഉണ്ട് ഇവിടെ, മുമ്പ് കോൺഗ്രസ് ആര് വലിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ 3 പേരും എതിർത്ത് പറഞ്ഞ രാഷ്ട്രീയവാദിയായി. അപ്പൊ അതല്ല, എന്തുകൊണ്ട് സൊല്യൂഷൻ ആദ്യം കണ്ടെത്തുന്നില്ല? ബുദ്ധിമുട്ട് വരുമ്പോ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോ. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, സൊല്യൂഷനുകൾ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. പറഞ്ഞോളൂ. വളരെ പെട്ടെന്ന് മത്സരാജ്, ഞാൻ ജോസ് വള്ളൂർ വരാം. മണിപ്പൂർ മാത്രമല്ല, കരുവന്നൂരാണ് തൃശ്ശൂരിലെ ഏറ്റവും വലിയ വിഷയം. മണിപ്പൂരിന്റെ കാര്യത്തിൽ അവിടെ 170 പേര് മരിച്ചു എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു ജീവിക്കുന്നു കരുവന്നൂർ. അറിയോ? ആയിരക്കണക്കിന് ആൾക്കാരെ കരുവന്നൂർ മരിച്ചു ജീവിക്കുന്ന എന്താണ് ഈ വത്സരാജിന്റെ ആൾക്കാർക്ക് ഇവിടെ പറയാനുള്ളത്? കരുവന്നൂരിലേക്ക് പ്രധാനമന്ത്രി വന്നു, തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി വന്നു, മണിപ്പൂരിലേക്ക് പോകാൻ എന്താ? തൃശ്ശൂരിന്റെ പ്രശ്നം കരുവന്നൂരാണെന്ന്. തൃശ്ശൂരിന്റെ പ്രശ്നം കരുവന്നൂരാണ്. പ്രശ്നം മണിപ്പൂരല്ലേ? തൃശ്ശൂരിന്റെ പ്രശ്നം കരുവന്നൂരാണ്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി അയച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവിടെ ഉണ്ടല്ലോ. ഉദ്യോഗസ്ഥന്മാർ പോയി. മണിപ്പൂരിൽ എന്തിനാ പ്രധാനമന്ത്രി വന്നു? ഉദ്യോഗസ്ഥന്മാർ പോയി എന്നാ പറയുന്നത്. മണിപ്പൂര് പ്രധാനമന്ത്രി വന്ന് പോയതിനു ശേഷം അവിടെ പിന്നെ എന്താ ഉണ്ടായത്? അതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? എന്തോരം സ്ത്രീകൾ തൃശ്ശൂരിൽ മണിപ്പൂരിൽ ചർച്ചയാവോ? എന്തോരം പെണ്ണുങ്ങളെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ മണിപ്പൂരിൽ ചർച്ചയാകുമോ? ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ ചർച്ചയാവോ? ചർച്ചയാവേണ്ടതാണ്. എന്തുകൊണ്ടാണ്? കാരണം മണിപ്പൂരിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മളുടെ പ്രധാനമന്ത്രി ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. 27 മിനിറ്റ് സെക്കൻഡ് സംസാരിച്ചു എന്നാ പറയുന്നത്. 27 സെക്കൻഡ്. അപ്പോ ജോസ് വള്ളൂർ, വത്സരാജ് നോക്കൂ, മണിപ്പൂർ ഒരു ചർച്ചാ വിഷയമായാൽ 24%, 21% ക്രിസ്ത്യൻ വോട്ടർമാരുള്ളൊരു മണ്ഡലമാണ്. അത് BJP എങ്ങനെ ബാധിക്കും? അല്ല, മണിപ്പൂർ തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ ലൂർദ് പള്ളിയിൽ പ്രശ്നപരിഹാരം നടത്തിയിട്ടുണ്ടല്ലോ സുരേഷ് ഗോപി. പ്രശ്നപരിഹാരമൊക്കെ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ഇവിടെ ഈ കപട നാടകങ്ങളൊന്നും വില പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ വംശഹത്യയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ മെത്രാന്മാരുള്ള നാടാണ് കേരളം. അവർക്ക് കൃത്യമായി കാരണം വിഷയമുണ്ടല്ലോ, കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഏത് മെത്രാനാണ് പറഞ്ഞത്? ഞാൻ പറയുമ്പോ അനീഷ് പറയണ്ട. പറഞ്ഞോളൂ. അപ്പൊ മണിപ്പൂര് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ രാജ്യത്തെ ഒരു പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആ
വിഷയം നല്ലതുപോലെ ചർച്ച ചെയ്യും. അത് തൃശ്ശൂരിലും ചർച്ച ചെയ്യും. നമ്മുടെ നാട് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതിൽ വംശീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് മതവിരോധത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളെ മതനിരപേക്ഷ ശക്തികൾ അതിശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സന്ദേശയാത്രയുമായിട്ട് ടി.എൻ. പ്രതാപൻ യാത്ര ചെയ്യുന്നുണ്ട്. മണിപ്പൂരിലടക്കം സ്നേഹത്തിന്റെ ലേപനം പുരട്ടി രാഹുൽ ഗാന്ധിയുണ്ട്. പക്ഷേ അത് ഈ മണ്ഡലത്തിൽ എത്രത്തോളം ചെലവാകുമെന്നത് പ്രധാനപ്പെട്ട വിഷയമല്ലേ. കാരണം ഓർത്തഡോക്സ് സഭയടക്കം ചർച്ച് ബിൽ വിഷയത്തിലടക്കം ഇപ്പോൾ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. BJPയിലെ രാഷ്ട്രതന്ത്രജ്ഞന്മാർക്ക് വളരെ എളുപ്പം ഒരു പാലമിട്ടിരിക്കുന്നു സഭയിലേക്ക്. അപ്പോൾ സഭയിലെ പ്രശ്നങ്ങൾ BJPക്ക് അനുകൂലമാണെങ്കിൽ 21%-ൽ 10% ചിന്തിച്ചാൽ സുരേഷ് ഗോപി ലോക്സഭയിലിരിക്കും. ഇതൊക്കെ വെറുതെ കണക്കുകൾ കൊണ്ട് പറയുന്നതല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത് ജനാധിപത്യവും മതേതത്വവും സംരക്ഷിക്കാനാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ഒരാൾക്ക് പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം, സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം, ഇതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി മാത്രമാണ്. കേവലം അധികാരത്തിൽ തുടരാൻ വേണ്ടി ഒരുപാട് ഗിമ്മുകൾ പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഇവിടെ മത്സരം നടക്കുന്നത് ഈ രാജ്യം നിലനിൽക്കണം, ഈ രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന ആശയം നിലനിൽക്കണം, ജനാധിപത്യം നിലനിൽക്കണം. ഇവിടെ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കുന്ന ഒരു സംവിധാനം, എല്ലാ തലങ്ങളിലും കൊടിയ അഴിമതി നടത്തി ഏകാധിപതിയുടെ റോളിലേക്ക് ഈ രാജ്യം ഭരിക്കുന്നവർ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഒരുപക്ഷെ ഇനി നിർഭാഗ്യവശാൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ അവസാനത്തെ തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അവസാനത്തെ തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഞാൻ പറയുന്നത് ജനാധിപത്യ സർക്കാരുകളെ ഇല്ലാതാക്കുന്ന ഈ നയത്തിനെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ കോൺഗ്രസ് പറയട്ടെ മണിപ്പൂർ ഉൾപ്പെടെ പറയാം, മണിപ്പൂർ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നിലവിളിക്കുന്നു. എന്താ നിലയ്ക്കാത്ത നിലവിളികളാ ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളിലും പ്രതിഫലിക്കും. 1% നിങ്ങൾക്ക് സംശയം വേണ്ട, പ്രതിഫലിക്കും. പിന്നെ ഈ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താ? സംസ്ഥാനം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും 2 ഭരണാധികാരികൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു. ആട്, തേക്ക്, മാഞ്ചിയം, കരിവന്നൂർ, കണ്ടല, അങ്ങനെ പോവല്ലേ? അങ്ങനെ പോവല്ലേ? അതല്ലേ സാഹചര്യം? കരിവന്നൂർ ബാങ്കിലെ എന്താ സാഹചര്യം? ജനങ്ങളെ കൊള്ള മാറുന്നു. ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും LDF-ന്റെയും പ്രതിനിധികളോടാണ് ചോദിക്കുന്നത്. സിമ്പിൾ ചോദ്യം, എന്താ നിങ്ങളുടെ പരിപാടി? ആരാ നിങ്ങളുടെ നേതാവ്? ഒന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നേതാവ്. ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി. ആർക്കാ സംശയം? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി. പൊതുജനത്തിനെ കഴുതയാക്കുന്ന ഈ 2 മുന്നണിയും ഈ 2 പേരും ആര് ജയിച്ചാലും ആര് കോട്ടയോ ഒറ്റാൾക്കാ. എന്തിനാണ് ഈ സാധാരണക്കാരനെ കഴുതയാക്കുന്നത്? 2 പേർക്ക് നിന്ന പോരെ? ഇവര് വാളയാറ് കടന്നു കഴിഞ്ഞാൽ ഒരു മുന്നണി. ശരി, വത്സരാജ് ജോസ് വള്ളൂർ മറുപടി. അല്ല, അത് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയം ഏകമാനമാകണം എന്ന് പറയുന്നത് ശരിയല്ല. ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ അനുസരിച്ചാണ് അതാത് സംസ്ഥാനം. ഇത്രയും ചെലവഴിച്ച് നിങ്ങൾ 2 പേരും കൂടി ഇവിടെ മത്സരിക്കേണ്ടതുണ്ടോ? മത്സരിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് വളരെ ശക്തമായ, നേരത്തെ പറഞ്ഞ പണം കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടാത്ത ജനപ്രതിനിധികളെ സംഭാവന ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഉറപ്പായിട്ടും എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 25 കോടിയല്ല എന്നെ രാഷ്ട്രപതിയാക്കാമെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നിൽ അങ്ങനെ ഒരു അവിശ്വാസത്തിലെ കണിക പോലും വെക്കരുതെന്നാണ് ടി.എൻ. പ്രതാപൻ പറഞ്ഞത്. ടി.എൻ. പ്രതാപനേക്കാൾ എത്രയോ ഉന്നതന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് മാറിയത്. ഇപ്പൊ ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ഒരു സെക്കൻഡ് മുമ്പേ മാറി. അത്രമാത്രം ഈ എപ്പോ വേണമെങ്കിലും BJP ആകാൻ കഴിയുന്ന കോൺഗ്രസുകാരെ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പെട്ടെന്ന് ചോദ്യം ഒരു കാര്യം പറയട്ടെ. ഒരൊറ്റ കാര്യം, ജയിലിൽ പോകണോ മുഖ്യമന്ത്രിയാകണോ? ഇതാണ് ചോദ്യം. ജയിലിൽ പോകണമോ മുഖ്യമന്ത്രിയാകണോ? 6 മാസം മുമ്പ്
മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ശിവസേന നേതാവിനോട് ചോദിച്ചു. ആര് ചോദിച്ചു? അമിത്ഷാ ചോദിച്ചു. എന്താ ചോദ്യം? ജയിലിൽ പോണോ? മുഖ്യമന്ത്രിയാകണോ? അജിത് പവാരോട് ചോദിച്ചു. എന്താ കാരണം? അജിത് പവാരോട് ചോദിച്ചു. ജയിലിൽ പോണോ? മന്ത്രിയാവണോ? ഇഡിയെ ഉപയോഗിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ആളുകളെ ജയിലിലടയ്ക്കുന്ന അതേ ഇഡി ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അന്വേഷണം വേണമെന്ന് നിങ്ങളല്ലേ പറയുന്നത്? അതെ പറഞ്ഞു വരട്ടെ 2020 മുതൽ വീണ വിജയനെതിരെയുള്ള കേസ് ഇഡി അന്വേഷിക്കുന്നു. എപ്പോഴാ പുറത്തു വന്നേ? 38 തവണ ലാവ്ലിംഗ് കേസ് മാറ്റിവെച്ചു. എന്താ മാറ്റിവെച്ചേ? അപ്പോ ഇവിടെ എല്ലാവർക്കും അറിയാം, ഇടതുപക്ഷങ്ങളും BJPയും തമ്മിലുള്ള ഒരു അന്തർധാര. ആ അന്തർധാര വളരെ വർഷങ്ങളായി. ആ അന്തർധാരക്കെതിരെയായിരിക്കും തൃശ്ശൂരിന്റെ വിധിയെഴുത്ത്. എനിക്ക് അനീഷിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അടവ് നയം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്ര കോൺഗ്രസ് എംപിമാരെയാണ് നിങ്ങൾ വിലക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ? കാരണം കേരളം ഇതിൽ നിന്ന് അകലെയല്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് ഒരു MLA ഈ കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ച് BJP ചേർന്നിരിക്കുന്നത്. അവിടെ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ്. കന്യാകുമാരി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്ന സ്ഥലമാണ് എന്നാണ് നേരത്തെ കേട്ടത്. അവിടെ പിടിച്ചിരിക്കുകയാണ്. അതുപോലെ ഇന്ന് വിക്രമാദിത്യ സിംഗ് ഉൾപ്പെടെയുള്ള ഹിമാചലിലെ MLA-മാര് 6 MLA-മാർ ഉത്തർപ്രദേശിൽ 7 MLA-മാർ സമാജ്വാദി പാർട്ടി തോറ്റത് അഭിഷേക് ബാനു സിംഗ്വി. അതാണ് പ്രശ്നം. നിങ്ങൾ ഈ കുതിരക്കച്ചവടം എന്നതാണ് ചോദ്യം. കുതിരക്കച്ചവടത്തിന്റെ അടവ് നയം നിങ്ങൾ എത്ര ഉപയോഗിച്ചു? മറുപടി അല്ല, ഒരു നിമിഷം, ഒരു പ്രതികരണം കൂടെ കേട്ടിട്ട് വരാം. അതെ, കഴിഞ്ഞ ചർച്ചയില് പാർട്ടി കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പൊ CPI. ഞങ്ങള് ഒരു കാര്യം കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഇവിടെ ജനങ്ങൾ ഉറങ്ങില്ല. കാരണം ഇവിടെ സൊസൈറ്റിയിൽ കൊണ്ടിട്ട കാശ് കട്ടുപിടിച്ചത് സുനിൽ കുമാറും നിങ്ങളാ. സുനിൽ കുമാറെ 5 വർഷമായി എവിടെയായിരുന്നു? തെരഞ്ഞെടുപ്പായപ്പോൾ കയറി വന്നു. എവിടെ സുനിൽ കുമാർ? എവിടെ? അതേപോലെ തന്നെ അതെ, സുരേഷ് ഗോപി ജനമനസ്സിലുണ്ട്. ജാതിയില്ല, മതമില്ല, എല്ലാവർക്കും സഹായം കൊടുക്കും. ആ സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അയ്യപ്പനെ സേവിക്കാൻ ബ്രാഹ്മണനാവണമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അയ്യപ്പനെ അപ്പൊ ഒരു നിമിഷം. കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിരുന്നു, ഇപ്പൊ CPI എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. എന്താ കാര്യം? കേരളത്തിലെ കോൺഗ്രസ്സുകാരെ എന്നെ അടക്കം BJP വലവീശിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ CPI ചേർന്നത്. രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ തമാശ പറയല്ല. എന്നെ അടക്കം BJP വലവീശുന്നതിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് വലവേശി പിടിച്ചാൽ ഞാൻ പോവാതിരിക്കാൻ CPI-യിലേക്ക് പോയി. അത് ഇടുക. അതായത് ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും ജോസ് വള്ളൂർ. അതായത് എന്നെ വലവേശി പിടിച്ചാൽ ഞാൻ അങ്ങ് പോവാതിരിക്കാൻ CPI പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനിൽ പങ്കെടുത്ത് കൺവെൻഷനിൽ പോയ ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പൊ എവിടെയാന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു. ഇവിടെ വിഷയം അതല്ല. വിഷയം തൃശൂർ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കാര്യം ഈ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ചോദ്യം കരിവന്നൂർ ബാങ്കാണ്. 354 കോടി രൂപ. അതിനുവേണ്ടി പദയാത്ര നടത്തിയ സുരേഷ് ഗോപിയുടെ അക്കൗണ്ടിലല്ലേ വോട്ട്? സുരേഷ് ഗോപിയുടെ പദയാത്ര അവസാനം ഉന്തുവണ്ടി യാത്രയായി മാറി നമ്മൾ കണ്ടുല്ലോ. അത് പദയാത്രയൊന്നല്ല. പദയാത്രയൊക്കെ ഞങ്ങൾ നടത്തി. പ്ലീസ് അരുണേ പറയട്ടെ. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ സാമ്പത്തിക സംവിധാനം, പ്രാദേശിക സമ്പദ്ഘടന തകർത്ത് തരിപ്പണമായി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സഹകരണ മേഖല കൊള്ളയടിച്ചവരാണ് ഈ പ്രദേശത്തെ, ഈ ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ. അവർക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. കരിവന്നൂര് കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു അവസാനിച്ചു. ദാ കുട്ടല്ലൂര് വന്നു. കുട്ടല്ലൂര് കഴിഞ്ഞപ്പോ വന്നു കണ്ടല വന്നു, അയ്യന്തോള് വന്നു, തൃശ്ശൂര് വന്നു. വേദനാജനകമായ ഒരു കാര്യം കൂടെ പറയാം. സഖാവ് റോയ് മനസ്സിലായിട്ടാ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അത് മോശം. കരിവന്നൂർ വിഷയത്തിൽ CPI-യുടെ നിലപാടെന്താ? ഒരൊറ്റ കാര്യം കൂടെ.
ഇതില് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ബാങ്കുകളും പ്രത്യേകിച്ച് CPM ഭരിക്കുന്ന ബാങ്കുകൾ കള്ളപ്പണം സൂക്ഷിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റി. അതാണ് ഏറ്റവും വേദനാജനകമായ സാഹചര്യം. തൃശൂർ ജില്ലയിലെ പ്രാദേശിക സമ്പദ്ഘടന തകർന്നു തരിപ്പണമായി. സാധാരണക്കാരായ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. കരുവന്നൂരിന് തൃശൂര് പ്രതികാരം ചെയ്യും. അല്ല, കരുവന്നൂർ ഉൾപ്പെടെയുള്ള എല്ലാ സഹകരണ ബാങ്കുകളിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം. കർശന നടപടി നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കർശന വന്നപ്പോ ഇടി വന്നതാ. കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇഡിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇഡി നമ്മുടെ സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇടപെട്ടപ്പോഴാണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തത്. അത് തെളിവുകളില്ലാതെ AC മൊയ്തീനിലേക്ക് എത്തിയപ്പോഴാണ് ചോദ്യം ചെയ്തത്. അങ്ങനെയാണോ? അല്ലല്ല, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകളെ രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ ഇടപെടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അത് കൃത്യമായിട്ട് രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചോദ്യം ചെയ്യും. പറഞ്ഞു കോടതി കൃത്യമായി പറഞ്ഞു കുറ്റക്കാരാണ്. അതുകൊണ്ടാണ് AC മൊയ്തീന്റെ പണം പിൻവലിക്കാൻ അനുമതി കോടതി കൊടുക്കാതിരുന്നത്. കൃത്യമായി കോടതി തെളിയിക്കപ്പെട്ട കാര്യമാണത്. AC മൊയ്തീൻ കുറ്റക്കാരനാണ്. അങ്ങനെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സഖാവ് റോയി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? മൂസ്പെറ്റ് ബാങ്കിന്റെ ഡയറക്ടറായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ 49 വയസ്സുള്ള സഖാവ് റോയി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? വയനാട്ടിൽ KPCC പ്രസിഡന്റ് പ്രതിയായത് എങ്ങനെയാണ്? ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ഈ ബാങ്കിൽ CPM നേതാക്കന്മാർ നടന്ന അഴിമതി എന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളുടെ നേതാക്കളും CPI ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ വയനാട്ടിൽ സഹകരണ ബാങ്കിന് ഉത്തരവാദി കോൺഗ്രസ്സുകാരൻ. ആ കോൺഗ്രസ്സുകാരൻ KPCC പറയാം ഒരു മിനിറ്റ് പറയട്ടെ. അവിടെ എബ്രഹാം എന്ന് പറയുന്ന 25 ലക്ഷം രൂപ ഫ്രീസ് ചെയ്തു. എങ്ങനെയാണ് ആ നടപടിയിലേക്ക് വന്നത്? അദ്ദേഹത്തിന് പക്ഷെ പ്രതിയല്ല, AC മൊയ്തീൻ പ്രതിയല്ല. അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രതി അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്. CPM-ഉം BJP-യും ഇവിടെ പ്രതിയല്ല. ഇലക്ഷൻ ഫണ്ട് കൊണ്ടുവന്നിട്ട് അതായത് ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഈ കഴിഞ്ഞ ദിവസം ഓഡിറ്റ് വിഭാഗം പുറത്തിറക്കിയ ഒരു രേഖയുണ്ട്. ആ രേഖയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള 234 സംഘങ്ങളിലെ പ്രശ്നങ്ങളിൽ 212 UDF ഭരിക്കുന്ന സംഘമാണെന്ന്. 212 ഈ ഓഡിറ്റ് വിഭാഗം എന്ന് പറയുന്നത് 212 എണ്ണവും UDF ഭരിക്കുന്ന. ആരാണ് ഈ റിപ്പോർട്ട് കൊടുത്തത്? ഓഡിറ്റ് വിഭാഗം എന്ന് പറഞ്ഞാൽ ആ സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ NGO അസോസിയേഷന്റെ ആളുകളാണ് ഓഡിറ്റ്. അഡ്മിനിസ്ട്രേഷനിലാണ്. പെട്ടെന്ന് പറയാം, എന്തോ പ്രതികരിക്കാനുണ്ട്. അരവിന്ദാശിനകത്താണ് CPM പുറത്താക്കിയിട്ടില്ല. നിങ്ങളുടെ പുത്തൂര് ബാങ്കിനെ കുറിച്ചും തിരുവില്ല ബാങ്കിനെ കുറിച്ചും പറയൂ. തിരുവില്ലാ ബാങ്കിന്റെ ആ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ നടപടിയെടുക്കും. ആരൊക്കെ എന്റെ ചോദ്യം BJP-യുടെ പ്രതിനിധിയോടാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് പാചകവാതക ഗ്യാസിന്റെ വില എന്താണ്? അതുപോലെ പെട്രോളിന്റെ വില എന്താണ്? അതുപോലെ നിങ്ങൾ LDF സർക്കാരിനെതിരെ അഴിമതി പറഞ്ഞു. നരേന്ദ്രമോദിയുടെ പോക്കറ്റിലിരിക്കുന്ന പേനയുടെ വില എന്താണ്? ആരുടെ പണം കൊണ്ടാണ് നരേന്ദ്രമോദി കറങ്ങിടക്കുന്നത്? കോട്ടിന്റെ വില എന്താണ്? അതൊന്നും അനീഷ് പറഞ്ഞു. അനീഷ് മറുപടി പറയാം. അതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. ചോദ്യം എനിക്കുള്ളത് ഇടതുപക്ഷത്തിന്റെ ആളോടും വലതുപക്ഷത്തിന്റെ ആളോടാണ്. ഇന്ന് തൃശൂർ കോർപ്പറേഷനിൽ 272 കോടി രൂപ അമൃത് പദ്ധതിയിൽ കുടിവെള്ളത്തിന് കൊടുത്തു. ഇന്ന് തൃശൂർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വെള്ളമില്ല. കൗൺസിലർമാർ സമരത്തിലാണ്. ഇവിടെ പ്രതാപൻ എന്ന് പറഞ്ഞ MP കാണാനില്ല. കുടിവെള്ളമില്ല. രണ്ടാമത്തെ കാര്യം ജോസ് വള്ളൂരിനോടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്രീ MP എന്ന് പറയുന്ന ആള് ഇവിടെ നടപ്പിലാക്കിയ ഒരു 3 പദ്ധതി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. 3 പദ്ധതി സിറ്റിംഗ് MP ആയ TN പ്രതാപൻ നടപ്പിലാക്കിയ 3 പദ്ധതികൾ പറയാമോ? 3 പദ്ധതി എന്ന് പറഞ്ഞാൽ ആ ചോദ്യം കേട്ടിട്ട് വരാം. പ്രിയപ്പെട്ട BJP-യുടെ നേതാവിനോട് കോൺഗ്രസിന്റെ നേതാവിനോട് രണ്ടുപേരോടാണ് എന്റെ ചോദ്യം. ഇത്രയും കാലങ്ങളായിട്ട് കേന്ദ്രം ഭരിച്ച കോൺഗ്രസും ഇപ്പോൾ കേന്ദ്രം ഭരിച്ച് മുടിച്ച കോൺഗ്രസിനോടും
അത് കഴിഞ്ഞ് BJPക്ക് കൈമാറിയിട്ട് 10 വർഷക്കാലമായിട്ട് ഇന്ന് BJP ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഈ രണ്ട് കൂട്ടരും നാളിതുവരെ മാറി മാറി ഭരിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരു കുടിവെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ 10 വർഷമായിട്ട് മറ്റുള്ള വീടിന്റെ എല്ലാ കാര്യവും കേരള ഗവൺമെന്റാണ് കൊടുക്കുന്നത്. മനസ്സിലായി? ഇവര് മാറി മാറി ഭരിച്ചിട്ട് കട്ടുമുടിച്ച് നടക്കാന്നല്ലാതെ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായിട്ട്? ആദ്യം അനീഷ് പറയണം, അതിനുശേഷം ജോസ് വള്ളൂര്. എന്ത് ദീർഘവീക്ഷണമുള്ള പദ്ധതി കൊടുത്തു തൃശ്ശൂരിന്? ആദ്യം അനീഷിന്റെ ഊഴം, അത് കഴിഞ്ഞ് ജോസ് വള്ളൂർ. അല്ല, ഇവിടെ പെട്രോളിയം വില വർധനയെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. അല്ല, പറയട്ടെ, നിങ്ങൾ ചോദ്യം ചോദിച്ച പിന്നെ ഉണ്ടായിരിക്കും, ഉത്തരം പറയട്ടെ. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലും പെട്രോളിന്റെ വില, അതിന് വ്യത്യാസം എന്താണ്? നിങ്ങളൊന്ന് പഠിക്കൂ. പഠിക്കേ നിങ്ങൾ പഠിക്കേ. ഞാൻ പറയട്ടെ, ഇവിടെ 108 രൂപ, ഇവിടെ 108 രൂപ, പെട്രോളിന് 108 രൂപ. കേരളത്തിൽ മാഹിയിൽ 93 രൂപ. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം 108 രൂപ? അല്ല, മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രം 15 രൂപ കുറച്ച സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ അതിനനുസരിച്ച് വില കുറയ്ക്കാൻ തയ്യാറായി. മറ്റ് സംസ്ഥാനങ്ങൾ 15 രൂപ വില കുറച്ചു. പിണറായി വിജയൻ 2 രൂപ കൂട്ടി. മനസ്സിലായോ? അപ്പൊ പെട്രോള്, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതും ശുദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതും കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന് 14 രൂപ ഒരു ലിറ്ററിന് കിട്ടുമ്പോ ഇവര് നോക്കുകൂലി വാങ്ങുന്നു 18 രൂപ. കേരളത്തിൽ നോക്കുകൂലി എന്ത് ചെയ്തിട്ടാണ് 18 രൂപ ഒരു ലിറ്റർ പെട്രോളിന്റെ കേരളം ഈടാക്കുന്നത്? എന്താ ഇവര് ഓർക്കാൻ തയ്യാറാവാത്തത്? ഇനി ഞങ്ങൾ ഗ്യാസിന് വില കൂടിയെങ്കിൽ ഇന്ത്യയിൽ 12.5 കോടി അമ്മമാർക്ക് സൗജന്യമായി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇവര് കൊടുത്തല്ല. പിന്നെ 4.5 ലക്ഷം കോടി ഓയിൽ ബോണ്ടിൽ അടമുണ്ടാക്കി കാട്ടുകള്ളന്മാരുടെ ഭരണകാലത്ത് ആ 4.5 ലക്ഷം കോടി ഓയിൽ ബോണ്ടിലെ കടം വീട്ടിയത് നരേന്ദ്രമോദി സർക്കാരാ, അല്ലാതെ പിണറായി വിജയനല്ല. ശരി. എന്റെ ഒറ്റ ചോദ്യം, BJP സർക്കാർ അധികാരത്തിൽ വരുന്ന 2014 പെട്രോളിന് ലിറ്ററിന് എത്ര രൂപയായിരുന്നു? 77 രൂപ. ഇപ്പൊ എത്ര രൂപയാ? അത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം. വില കൂടി. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നാട്ടിൽ സമ്മതിച്ചു. വില കൂടി. അതാ വില ഇരട്ടിയിലും അധികമായി. ഇല്ലല്ല, അതെങ്ങനെയാ? 93 രൂപ. 2014 77, 2024 93. എത്ര രൂപ കൂടി? 10 കൊല്ലം കൊണ്ട് ഇവിടെ അരിയുടെയും മുളകിന്റെയും വെളിച്ചെണ്ണയുടെയും വില ഇരട്ടിയിലധികം കൂടി. അല്ല, അരിയുടെയും മുളകിന്റെയും വില ഇരട്ടിയായി. വില ഇരട്ടിയാവുന്നതിന്റെ കാരണം അരിയുടെയും മുളകിന്റെയും വില ഇരട്ടിയാകണമെങ്കിൽ ഈ ഡീസൽ സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയാണ് വില വർധനവ് കേരളത്തിൽ. ഇൻഫ്ലേഷൻ ഏറ്റവും നന്നായി മാനേജ് ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്നുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന്റെയാ. താങ്കൾക്ക് വത്സരാജ് കേരളത്തിലാണ് വില വർധനവ് ഏറ്റവും. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരം താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. സിറ്റിംഗ് MP ആയ TN പ്രതാപന് വോട്ട് കൊടുക്കാൻ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ 3 പദ്ധതി പറയൂ എന്നൊരു വോട്ടർ വെല്ലുവിളിച്ചിട്ടുണ്ട്. 5 വർഷം കോവിഡിന്റെ 2 വർഷത്തെ ഫണ്ട് ഒഴിവായി. 17 കോടി രൂപയാണ് MP ഫണ്ട് 5 വർഷം കൊണ്ട് പ്രതാപന് ലഭിച്ചത്. പറയട്ടെ. ആ 17 കോടി രൂപയും അതിനു മുമ്പ് MP ആയിരുന്ന ശ്രീ CN ജയദേവൻ ബാക്കി വെച്ചുപോയ, ചെലവ് ചെയ്യാതെ ബാക്കി വെച്ചുപോയ 2.25 കോടി രൂപയും, ഇങ്ങനെ 19 കോടി 45 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജക ചെയ്യാൻ സാധിച്ചു. പറയട്ടെ 33 അംഗൻവാടികൾ, 120 ഹൈമാസ്റ്റ് ലൈറ്റുകൾ, റെയിൽവേ സ്റ്റേഷന്റെ വികസനം, തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അനീഷ് സംസാരിക്കുമ്പോ മിണ്ടാൻ നിൽക്കുന്നത് ഒരിക്കൽ സംസാരിച്ചില്ല. നമ്മൾ അനീഷ് സംസാരിക്കുമ്പോ മര്യാദ കാണിക്കണം. ഈ ജില്ലയിൽ ഈ അംഗൻവാടി, ഹൈമാസ്റ്റ് ലൈറ്റ്, റെയിൽവേ സ്റ്റേഷന്റെ വികസനം, തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വികസനങ്ങൾ
ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖല എണ്ണി പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഞാനൊക്കെ എം പി സ്കയർ ഇതിൽ വെച്ചിട്ട് ഞാനൊക്കെ മെഡിസിനും കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരാളാണ് കോവിഡ് സമയത്ത്. അതേപോലെ വെള്ളപ്പൊക്ക സമയത്ത് കിറ്റുകളും കാര്യങ്ങളും എം പിയുടെ ഫണ്ട് കൊണ്ടുകൊടുക്കുന്ന ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാ കഴുത്തട്ട വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഞാനൊക്കെ പോയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഈ മോഡിയുടെ കോട്ടിന്റെയും അതേപോലെ തന്നെ ഈ പാനയുടെയും വില പറഞ്ഞിട്ടല്ല. ആരോഗ്യ മേഖല 1,69,00,000 അംഗൻവാടികൾ 8,40,00,000 വിദ്യാഭ്യാസ മേഖല 2,72,00,000 റോഡുകൾ 99,00,000 ജനരക്ഷ 30,00,000 SC പദ്ധതികൾ 2,85,00,000 ST പദ്ധതികൾ 1,42,00,000 ഹൈമാസ് ലൈറ്റുകൾ 2,37,00,000 പദ്ധതികൾ പക്ഷേ വോട്ടർമാർക്ക് ഇടവേളയ്ക്ക് ശേഷം തൃശ്ശൂരിൽ ആരായിരിക്കും? 3 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം തീപാറും എന്ന് ഉറപ്പാണ്. കൗൺസിലർ നമുക്കൊപ്പമുണ്ട്. നേരത്തെ ജോസ് വെള്ളൂർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ കോർപ്പറേഷന്റെ ജോസ് വെള്ളൂർ പറഞ്ഞത് 19 കോടി രൂപ ഈ മണ്ഡലത്തിൽ ഇവിടുത്തെ സിറ്റിംഗ് MP ചെലവഴിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷന്റെ വികസന പ്രവർത്തനത്തില് ഈ ഭരണസമിതി LDFന്റെ ഭരണസമിതി 1000 കോടി രൂപ കഴിഞ്ഞ വർഷം ചെലവാക്കി. പക്ഷെ അതിൽ ഈ പറയുന്ന TN പ്രതാപൻ ഇവിടുത്തെ MPയുടെ ഒരു പൈസ പോലും അതിൽ വന്നിട്ടില്ല. മേയർ അതോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ മോദി ഉറപ്പാണ്. അതുപോലെ മോദി അതുപോലെ അനീഷിനോട് പറയാനുള്ളത് മോദി ഫണ്ട് വന്നിട്ടുണ്ടോ? കേന്ദ്ര ഫണ്ട് വന്നിട്ടുണ്ടോ? അതുകൂടി പറയൂ. അമൃത് ഫണ്ട് എത്ര കിട്ടി? സുരേഷ് ഗോപിയുടെ ഫണ്ട് എത്ര കിട്ടി? അതുകൂടി പറയൂ. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. പണം കിട്ടിയോ? എല്ലാ സ്റ്റേറ്റിലും ഗ്രാന്റ് കൊടുക്കുന്നത് ഏത് ഭരണം വന്നാലും ഉണ്ട്. അത് മോദിയുടെ അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. അത് BJPയുടെ മോദിക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം പിണറായി വിജയന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ പണം ചെലവാക്കുന്നത്? പിണറായി വിജയന്റെ വീട്ടിൽ നിന്നാണോ? അവസാനം വരെ വന്നാലും ഇവിടെ സുനിൽ കുമാറെ ജയിക്കൂ. ഓക്കെ, അനീഷ് ജോസ് വള്ളൂർ കൗൺസിലറെ അങ്ങയുടെ കണക്ക് തള്ളി അവസാനം നമുക്ക് പറയാം. അനീഷ് പെട്ടെന്ന് മറുപടി. പെട്ടെന്ന് അല്ല, ഈ തൃശ്ശൂർ കോർപ്പറേഷന് മാത്രം 500-ലധികം കോടി രൂപ അമൃത് ഫണ്ടിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. അതിന് നന്ദി ഉണ്ടാവണം. ശരിയല്ലേ? 500 കോടിയില്ലേ? അത് കേന്ദ്രത്തിന്റെ ഔദാര്യമൊന്നല്ല, ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ട അവകാശമാണ്. അത് കേരളം കൊടുക്കുന്നുണ്ട്. കിട്ടി. കേന്ദ്ര സർക്കാർ. എൻ്റെ ചോദ്യം അനീഷ് കുമാറിനോടാണ്. കഴിഞ്ഞ 10 കൊല്ലമായി ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ നയങ്ങൾ മൂലം എല്ലാവരുടെ വീട്ടിലും മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്കെല്ലാം ഏകദേശം 200-ലധികം ശതമാനം വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ കൃത്യമായ കേന്ദ്രത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം കൊണ്ടാണ് പാറ്റൻസിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസമായാലും NMC ഗൈഡ് ലൈൻ ആയാലും അത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തെറ്റായ നയം കൊണ്ട് ഉണ്ടായിട്ടുള്ള വർധനമാണ്. അതിന് എന്ത് മറുപടിയാണ് BJPക്ക് പറയുന്നത്? ഇത്തവണയും വില കൂടുമോ ജനൌഷധി? ഈ ചോദ്യം കൂടെ കേട്ടിട്ട് ഞാൻ ജോസ് വള്ളൂരിനോട് ആദ്യം ചോദ്യം, അത് കഴിഞ്ഞിട്ട് BJPയോട് വരാം. ആദ്യം ജോസ് വള്ളൂരിനോട്, നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സീറ്റിലും ജയിച്ചു പോയി. 5 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് കമ എന്നൊരക്ഷരം ഇന്ത്യൻ പാർലമെന്റ് വേണ്ടിയിട്ടുണ്ടോ? രാജ്യത്തിന്റെ വ്യവസായ മേഖലയെ പണയം വയ്ക്കുമ്പോൾ, കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീരെഴുതുമ്പോൾ, ഈ പറയുന്ന വിജയ് മല്യയുടെയും കള്ളന്മാരുടെയും പണം ധനകാര്യമന്ത്രി എഴുതി തള്ളുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മിണ്ടിയിട്ടുണ്ടോ? ധാതുഖനന മേഖല നമ്മുടെ രാജ്യത്തെ തീരെഴുതി കൊടുക്കുമ്പോൾ കോർപ്പറേറ്റ് വഴക്കാട് നടക്കും മിണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പോട്ടെ, സോണിയാഗാന്ധിയെ മോദി വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന സമയത്ത് പോലും ഇന്ത്യൻ പാർലമെന്റിൽ മേൽചുണ്ടും കീഴ്ചുണ്ടും തുന്നിക്കൂട്ടി മിണ്ടാതിരുന്നതിൽ ഒരാളാണ് പ്രതാപൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയാൻ ഞാൻ ചോദ്യമായി ചോദിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ വിട്ടാൽ നിങ്ങൾ കോൺഗ്രസിൽ നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഇന്ന് ഹിമാചൽ പ്രദേശിൽ ഇപ്പൊ തന്നെ കോൺഗ്രസുകാർ BJPയുടെ വലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് കൈപ്പത്തിയിൽ വോട്ട് തരും എന്ന ചോദ്യത്തിന്
കൂറുമാറില്ലെന്നോ കോൺഗ്രസുകാർക്ക് എന്താണ് ഉറപ്പ്? ഇന്നലെ രാത്രി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചപ്പോ ഹിമാചൽ പ്രദേശിൽ പോലും രാജ്യസഭ ഇലക്ഷനിൽ BJPക്ക് 6ഓളം MLAമാർ കോൺഗ്രസിന്റെ വോട്ട് കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. BJPയോട് അത് മറുപടി കേട്ടിട്ട്. പക്ഷെ ഒരു ചോദ്യം, ഇതേ രാഹുൽ ഗാന്ധി കേരളത്തിന്റെ MP അല്ലേ? ആ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചതുകൊണ്ടല്ലേ സസ്പെൻഷനിലായതും പിന്നീട് പാർലമെന്റിൽ നിന്ന് പുറത്തു പോയത്? പറയാം. രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതിൽ ഇടതുപക്ഷം എതിർത്തിട്ടുണ്ട്, CPM എതിർത്തിട്ടുണ്ട്. അരുണേ പറയട്ടെ. അതായത് 5 അടി ഉയരമുള്ള TN പ്രതാപൻ 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരച്ചുണ്ടി ചോദിച്ച ചോദ്യങ്ങൾ പാർലമെന്റിനകത്ത് ഇഷ്ടം പോലെയുണ്ട്. 4 തവണ TN പ്രതാപനെ ലോകസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നരേന്ദ്രമോദി. ചേട്ടാ പത്രം വായിക്കണം. പിന്നെ ഇവിടെ സാറാമ്മ ചേച്ചി പറഞ്ഞ കാര്യം, സാറാമ്മ ചേച്ചിയോട് ഒരു ദിവസം 50 നുണ പറയാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കൈ നേരായപ്പോൾ 100 നുണ പറഞ്ഞു കഴിഞ്ഞു. 1000 കോടി കോർപ്പറേഷനിൽ കുടിവെള്ളമില്ല, കോർപ്പറേഷന് മാലിന്യ പ്രശ്നം, കോർപ്പറേഷന്റെ മേയർ പ്രതിപക്ഷ അംഗങ്ങളെ കാറ് കയറ്റി കൊല്ലണു എന്ന് വേണ്ട 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. ഡെപ്യൂട്ടി മേയർ ആരാ? ഡെപ്യൂട്ടി മേയർ ആകേണ്ട CPIയുടെ നേതാവിന് ഡെപ്യൂട്ടി മേയർ ആകാൻ പറ്റിയില്ല. 1000 കോടി പോയിട്ട് 100 കോടി ഇല്ല. എന്റെ സാറാമ്മ ചേച്ചിയെ നോണ കുറച്ച് പറ. കോർപ്പറേഷൻ കൗൺസിലറാണ് TN പ്രതാപൻ നൽകി, കൗൺസിലറാണ് TN പ്രതാപൻ നൽകിയ 25 ഹൈമാസ് ഞങ്ങൾക്ക് തന്ന് ഇവിടെ മേയർ കൊടുക്കാവുന്ന ടെൻഡർ കൊടുക്കാണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ടെൻഡർ വലിച്ചില്ല? 25 ഹൈമാസ് TN പ്രതാപൻ നൽകിയിട്ട് അത് ടെൻഡർ വിളിക്കാണ്ട് മാറ്റി വെച്ചിരിക്കുക. പിന്നെ ഇന്ന് 250 കോടി പൈപ്പ് ലൈൻ, അമൃതം പൈപ്പ് ലൈൻ മണ്ണിന്റെ അടിയിൽ ഭരണം പോകാണ്ടിരിക്കാൻ കള്ള കണക്കുണ്ടാക്കി കുഴിച്ചിട്ടു. ഒരു തുള്ളി വെള്ളം വരുന്നില്ലേ? അതിന് സമാധാനപ്പെടാൻ ഇവിടുത്തെ തൃശ്ശൂരത്തെ ഭരണം പോകാതിരിക്കാൻ മേയർ BJP കൗൺസിലർമാരെ 6 ആളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ കള്ളകളിയും കൂട്ടിരിക്കുക. ഇന്ന് നമ്മുടെ പ്രിയമുള്ള സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ വോട്ടിംഗ് നടക്ക്, വോട്ടിംഗ് വെക്കാൻ പറഞ്ഞപ്പോ ഇറങ്ങി ഓടി മേയർ, 32 കൗൺസിലർമാർ കൈപ്പൊക്കി, 32 കൗൺസിലർ കൈപ്പൊക്കി. മേയർ ആ സമയത്ത് ബെല്ലടിച്ചിറങ്ങി ഓടി. എന്റെ ചോദ്യം BJPയോടാണ്. ഇന്ത്യ ഒരു വിശ്വഗുരു എന്നാണ് നോർത്ത് ഇന്ത്യയിലെ ഇപ്പോൾ BJP പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡെക്സ്, ഇപ്പോൾ അടുത്ത് വന്ന ഇൻഡെക്സിലെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 140ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രസ് ഫ്രീഡം 161ലേക്ക് എത്തി. അതിന്റെ കൂടെ തന്നെ ഇന്ത്യ എന്തിന്റെ ബേസിലാണ് നിങ്ങൾ ഇന്ത്യ ഒരു വിശ്വഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിനും താഴേക്ക് പോയി എന്നാണ് മറുപടി പറയാം. വളരെ പെട്ടെന്ന്. ഞാനൊരു ഏതും പാർട്ടിന്റെ ഡിപ്പെൻഡ് അല്ല. ഞാനൊരു വോട്ടർ എന്ന രീതിയിൽ എല്ലാ പാർട്ടിക്കാരോടും ചോദിക്കുകയാണ്. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. രാജ്യസുരക്ഷയായിട്ട് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര അവിടെ പോയിട്ട് ഇതുണ്ടായിരുന്നു. അത് PM-ന്റെ ഒരു ഇത് കാരണം തന്നെയാണ്, പ്രൊട്ടക്ഷൻ കാരണം തന്നെയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 370. പിന്നെ ഞാൻ ഒരു മിനിറ്റ് പറയട്ടെ. ഞാൻ ഹൈടെക് പ്രോജക്റ്റുകളാണ്. കേരളത്തെ ആരോഗ്യ രംഗത്ത് എയിംസ് എവിടെ പോയി? അതേപോലെ ബുള്ളറ്റ് ട്രെയിൻ, K-Rail എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ LDF UDF BJP കുറ്റം പറയല്ല. നമ്മളൊരു വോട്ടർ എന്ന രീതിയിൽ K-Rail എന്ന് പകരം ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ ഇത് സ്പീഡുള്ളതല്ല. നമ്മൾ ഗതാഗത രംഗത്തിലും ഏതൊരു മേഖലയും നമ്മൾ കേരളം ഒന്നാമതാണ് കാണുന്നത്. പറച്ചിൽ മാത്രമുള്ള രേഖകളുള്ളൂ. അത് പ്രവർത്തന ഫലമായിട്ടുള്ള LDF UDF BJP ഇതിനുള്ള ഉത്തരം തരാം. അതായത് നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഞാനോ ഈ അരുണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിൽക്കുന്നത് കരിമ്പൻചണ്ടി പോലെ ഇന്ത്യനെ അമ്പലപ്പുഴം പാൽപ്പായസം പോലെ ആക്കിയത് കോൺഗ്രസ് ആണ്. അത് മനസ്സിലാക്കുക. അതായത് അനീഷേ, കരിമ്പിൻചട്ടി പോലിരുന്ന ഇന്ത്യയെ പാൽപ്പായസമാക്കി മാറ്റിയ കോൺഗ്രസിനെ നിങ്ങൾ കോൺഗ്രസ് വിമുക്ത ഭാരതമായി കാണുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ ഓപ്പറേഷൻ ലോട്ടസ് എന്ന കുതിരക്കച്ചവടം കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. അതിനു മുൻപ് ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ചുരുക്കി പറഞ്ഞാൽ, അഴിമതിയിൽ മുങ്ങിയ ഒരു രാജ്യത്തെ അഴിമതി രഹിത രാജ്യമാക്കി മാറ്റി എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം. സാമ്പത്തിക രംഗത്ത് 15ാം സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യം ഇന്ന് 5ാം സ്ഥാനത്താണ്. 5ാം സ്ഥാനത്ത്. അത് അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾ ആദ്യം കാണിക്കണം. ഇനി ജീവൻ രക്ഷാ മരുന്നുകൾ 156 ജീവൻ രക്ഷാ മരുന്നുകൾ
വില കുറച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. രണ്ടിന്റെ വില കുറച്ചു. കീമോതെറാപ്പി ചെയ്യുന്ന ആളുകൾക്ക് 4 ഇരട്ടി വില ഉണ്ടായിരുന്നത് കുറച്ചതാരാ? നരേന്ദ്രമോദി സർക്കാരാണ് കുറച്ചത്. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്താരാ? നരേന്ദ്രമോദി സർക്കാരാണ്. ഈ രാജ്യത്തെ 135 കോടി ജനങ്ങൾക്ക് 135 കോടി ജനങ്ങൾക്ക് വാക്സിൻ കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ. പാലക്കാട് കൊടുക്കാമെന്ന് പറഞ്ഞു. എയിംസ് എവിടെ? സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതുകൊണ്ട് വികസനമില്ല. ഇവിടെ MP ഉണ്ട്. എന്തെങ്കിലും ഈ പറഞ്ഞല്ലോ, ഇതൊക്കെ MP ഫണ്ട് ചെലവഴിച്ചതിനെ കുറിച്ചുള്ള കണക്കാ. ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ 2,33,00,000 രൂപ ഇനിയും ചെലവഴിക്കാനുണ്ട് TM പ്രതാപൻ. അതുപോലും മര്യാദയ്ക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല, ഇവിടെ അഴിമതിയെ ഇല്ലാതാക്കിയെന്നാണ് അനീഷ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ചങ്ങാത്ത മുതലാളിത്തത്തിലൂടെ ധാരാളം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഭരണമാണ് മോദിയുടെ ഭരണം. പാവങ്ങളാക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇവിടെ വിലക്കയറ്റം വർദ്ധിക്കുകയാണ്. നീതി ആയോഗിന്റെ കണക്കിൽ തിരിച്ചാണ്. നീതി ആയോഗിന്റെ കണക്കല്ല, ലോകമാകെ ബാധിക്കുന്ന കണക്കുകൾ ഉണ്ടല്ലോ. ഇവിടെ നാട്ടിൽ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ ചങ്കാത്ത മുതലാളിത്ത സർക്കാരിനെ പുറത്താക്കാനാണ് തൃശ്ശൂർ വിധി എഴുതുക. കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട്. രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികളെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടുക എന്നുള്ള ഒന്നാമത്തെ ലക്ഷ്യം. ഈ നാട് കൊള്ളയടിക്കുന്ന ഇടതുപക്ഷക്കാർ, AI ക്യാമറ ഉൾപ്പെടെ, എക്സാലോജിക് കമ്പനി ഉൾപ്പെടെ 1,72,00,000 രൂപ ഇനാം വാങ്ങിയ വീണ വിജയന്റെ കമ്പനി ഉൾപ്പെടെ ഈ നാട് കൊള്ളയടിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക. ഈ രാജ്യത്ത് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരിക. നമ്മൾ മനസ്സിലാക്കണം, രാജ്യത്ത് അതിസമ്പന്നന്മാരായ ആളുകൾക്ക് വേണ്ടി BJP സർക്കാർ എഴുതി തള്ളിയ കോടാനുകോടി സംഖ്യ നമുക്ക് എല്ലാവർക്കും അറിയാം. 142 കോടി ജനങ്ങൾക്ക് കൊടുത്തത് വളരെ തുച്ഛം സംഖ്യ. ഈ രാജ്യത്തെ അതിസമ്പന്നന്മാരാക്കുന്ന സംവിധാനം, ഈ രാജ്യത്തെ വേർതിരിവിന്റെ രാഷ്ട്രീയം, ജാതിമത ശക്തികൾ കഴിഞ്ഞാടാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനം, ഇതിനെതിരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഒപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവർ തമ്മിൽ അന്തർധാര, കൊടകര കുഴൽപ്പണം, കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ പോലെ പൂരത്തിന്റെ ആവേശം പോലെ തിരഞ്ഞെടുപ്പിനെ തൃശ്ശൂർ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ ഇനി തിരഞ്ഞെടുപ്പിൽ ആരാണ് തൃശ്ശൂരിന്റെ ജനവിധിയുടെ തിടമ്പേറ്റുന്നത് എന്നാണ് ചോദ്യം. 3 പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ നമുക്കിനി കാണാം പോരാട്ടത്തിന്റെ ചൂടിൽ ഒരു വരവ് കൂടി നമുക്ക് വരാം. തൃശ്ശൂരിൽ പൂരനഗരത്തിൽ നിന്നും വിട പറയുന്നു റിപ്പോർട്ടർ തത്സമയം കുരുക്ഷേത്രം.